ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഞാൻ എണീച്ച് വരുമ്പോൾ തന്നെ ഏട്ടത്തി ചായയെല്ലാം റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേഗം പോയി പല്ലെല്ലാം തേച്ച് വന്നിട്ട് ചായ കുടിക്കണം. വീട്ടിൽ വന്നാൽ 8 മണി കാണാണ്ട് ഞാൻ എണീക്കൂല. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഏട്ടത്തിക്ക് ലീവാണ്. അപ്പോൾ ഏട്ടത്തി ഇന്ന് നമുക്കെല്ലാവർക്കും ഇതാ ഓട്ടുപ്പാള എല്ലാ പ്ലേറ്റിലും ഇടുന്നുണ്ട്. ഓരോരാൾക്ക് വീതം വെച്ച് തരുന്നുണ്ട് ഏട്ടത്തി. ഓട്ടുപ്പാള നല്ല മൊരിഞ്ഞ ഓട്ടുപ്പാളയും മീൻകറിയെല്ലാം അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഒരു 10 മിനിറ്റിൽ ചായ കുടിച്ച് കഴിയും. പക്ഷേ ഇവിടെ നമ്മൾ ചായ കുടിക്കാനിരുന്നാൽ 1 മണിക്കൂറെല്ലാം നമ്മൾ ചായ കുടിയായിരിക്കും. ഒരു തരം വർത്താനം ചായ കുടിയായിരിക്കും. കേട്ടാ നിങ്ങൾ ആ അമ്മമ്മ ഓടിക്കൂ. ചായ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അടുത്ത വീട്ടിലെ ഏട്ടൻ വന്നു കേട്ടോ. ഏട്ടനോട് കുറേ വർത്താനെല്ലാം പറഞ്ഞു. ഇന്ന് ഉച്ചക്കത്തേക്ക് നമുക്ക് ബയലക്കറിയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ബയല. ചില ആൾക്കാർ ഇത് ബസലാന്നും പറയും. നമ്മുടെ വീട്ടിലും ബയലാന്ന് പറയല്ലോ. ചില ആൾക്കാർ ഇതിന് ചക്കക്കുരു ഇട്ട് വെക്കും, മുതിര ഇട്ട് വെക്കും, ചെറുപയറിട്ട് വെക്കും, അങ്ങനെ കുറേ കൂട്ടലിട്ട് വെക്കും. അപ്പോൾ എന്തോ ബിരിയാണി കൊണ്ടുവന്നീനാ? അരി അടിക്കാനാ? സാരിയല്ലുണ്ടാ? അതാ പോയിട്ടാ കണ്ണോണ്ട്. എൻ്റെ കണ്ണുണ്ട്. അവര് എങ്ങനെ കണ്ടത്? തേങ്ങ ഞാൻ ഒലിക്കുന്ന എങ്ങനെ കണ്ടേ? പണി വരുന്നുണ്ട് അവറാച്ച സ്റ്റിച്ച് ചെയ്യാൻ. നിങ്ങെന്താ ചേച്ചി പുതിയ ഡ്രസ്സ് കൊണ്ടുവന്നേന്നാ? ആദ്യം ഒലിച്ച തേങ്ങൻ്റെ കാലിൽ തന്നെ വീണ്. വലിയ തേങ്ങയല്ലേ അത്? അജ്ജൻ വിളിക്കുന്ന ലച്ചുവിന്. ഓ പറയ്. പോയതുണ്ടാ ഗുളിക കുടിച്ചിട്ട് പായസം നമ്മളെ അലമ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാന്ന് തോന്നുന്നു ഏട്ടൻ എവിടെയോ ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ മാമൻ ഏട്ടത്തിക്ക് കുറേ സാധനം സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഇന്ന് മാത്രമേ ലീവുള്ളൂ. അന്നേരം ഞാൻ വിചാരിച്ച ആ തുണിയെല്ലാം ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെക്കാമെന്ന്. അപ്പോൾ എന്തെല്ലോ സാധനം കുറച്ച് ആടെ ഇടയെല്ലാം ഉണ്ടായിരുന്നു പായസത്തിൻ്റെ. അപ്പോൾ ഏട്ടത്തി പറഞ്ഞാൽ നമുക്കൊരു പായസം വെക്കാമെന്ന്. അങ്ങനെ ഒരു തട്ടിക്കൂട്ട് പായസം ഓള് സെറ്റ് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓള് കറിയും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ബയലക്കറി. അപ്പോൾ ഈ ബയലക്കറിയും ഓട്ടുപ്പളയും ഉണ്ടിയും എല്ലാം കൂട്ടിത്തിന്നാൻ അടിപൊളി ടേസ്റ്റാണ്. അത് ആ ടേസ്റ്റ് എന്നാന്ന് കാസർഗോഡുകാരോട് ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഓള് വറവിനുള്ള പയറ് മുറിക്കുന്നുണ്ട്. അടുക്കളയിൽ അലമ്പാക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടാൾക്കും TV വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടാളും ഇങ്ങനെ TVയും കണ്ടിരിക്കലാണ്. ഞാൻ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സെല്ലാം സ്റ്റിച്ചിങ് പഠിക്കുന്ന സമയമാണ്. അപ്പോൾ അവരെല്ലാം പഠിക്കുന്ന കണ്ടിട്ട് എനിക്കൊരു ത്വര ഇത് പഠിക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്തിട്ട് സ്റ്റിച്ചിങ് പഠിക്കും. അപ്പോൾ സ്റ്റുഡിയോൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്റ്റിച്ചിങ് ക്ലാസ്. ഞാൻ മെഷീനിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ അവിടെ കസ്റ്റമർ വരും. അപ്പോൾ ഞാൻ എണീച്ച് പോകും. അങ്ങനെ അവിടെ ഇവിടെയെല്ലാം കുറച്ചെല്ലാം സ്റ്റിച്ചിങ് പഠിച്ചിട്ടുണ്ട് ഞാൻ. അങ്ങനെ ഗംഭീർ സ്റ്റിച്ചിങ് ഒന്നും എനിക്കറിയില്ല. എന്തെങ്കിലും ഇങ്ങനെ തട്ടിക്കൂട്ടുന്ന പരിപാടിയെല്ലാം ഞാൻ സെറ്റ് ചെയ്തെടുക്കും. സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഇതെല്ലാമായിരിക്കില്ലേ. അതുകൊണ്ട് ഞാൻ അപ്പാടെ ഒരു മെഷീനെല്ലാം വാങ്ങി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മാമൻ എന്നെ കണ്ടാലൊരു പ്രത്യേക ത്വരയാണ് എന്നെക്കൊണ്ട് എന്തെങ്കിലും ഇങ്ങനത്തെ അലക്കുലത്തെ പണിയെല്ലാം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്.
ഇനിയിപ്പോൾ ഞാൻ വരുന്നോന്ന് കാത്തുക്കും ഇങ്ങനത്തെ എന്തെങ്കിലുമല്ലോ ആയിട്ട് ഒപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് 1 മാസം ആവാനായിട്ടാണ്. ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ട സമയമായി. ഇപ്പം ഞാൻ ഷൈജിൻ്റെ വീട്ടിലാണ് ഉള്ളത്. വീട്ടിൽ പോയാൽ സമയം എങ്ങനെയാണ് പോകുന്നത് എന്നൊന്നും തിരിയില്ല. കാരണം നമ്മൾ നാട്ടിൻ പുറത്തായതുകൊണ്ട് അങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുമല്ലോ. നമ്മൾ എവിടെയെങ്കിലും പറമ്പത്ത് ആടെ ഇടയിൽ ഇറങ്ങി നടക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സമയം പോകും. അങ്ങനെ ആരും ഒച്ചപ്പാടൊന്നും കേൾക്കാത്തതുകൊണ്ട് ഞാൻ മെല്ലെ പുറത്ത് വന്ന് നോക്കുമ്പോൾ എല്ലാവരും ഇരുന്ന് പായസം കുടിക്കുന്നു, പിള്ളേർ താഴെയിലിട്ട് മറിക്കുന്നു. അങ്ങനെ പായസമെല്ലാം കുടിച്ച് പിന്നെ എല്ലാവരും ചോറുണ്ണാനിരുന്നു. വേലക്കറിയും പയറുവർഗ്ഗവും പപ്പടവും ഉപ്പിലിട്ട മീനും എല്ലാം കൂട്ടിയിട്ട് എല്ലാവരും വട്ടത്തിലിരുന്ന് ഒരു പിടി കുടിച്ച്. അപ്പോൾ ഈ പെട്ടെന്ന് ചോറെല്ലാം തിന്നിട്ട് നമ്മൾ സെറ്റാക്കുന്നതെന്ന് വെച്ചാൽ ഒരു സിനിമയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ വേഗം ചോറെല്ലാം തിന്നിട്ട് സെറ്റായിട്ട് ഇരിക്കാമെന്നാണ്. അങ്ങനെ ലൈറ്റെല്ലാം ഓഫാക്കി എല്ലാം കൂടി സിനിമ കണ്ട് എല്ലാം കരഞ്ഞ് വിളിച്ചിട്ട് ഇതായിരിക്കുന്ന എല്ലാം കൂടി കട്ടനെല്ലാം കുടിച്ചിട്ട് എല്ലാവരും പുറത്തിറങ്ങി. ഇനിയുള്ള പരിപാടിയെല്ലാം പുറത്താണ്. അടുത്ത വീട്ടിലെ ഏച്ചിയും പിള്ളേരെല്ലാം വന്നിട്ടുണ്ട്. അവരോടെല്ലാം വർത്താനം പറഞ്ഞിട്ട് സമയം അറിയില്ല വൈകുന്നേരങ്ങളിൽ. അപ്പം ഞാൻ ദൂരെന്ന് ഇബ്രാഹിക്ക് വരുന്നുണ്ട്. അങ്ങനെ ഇബ്രാഹിക്കാനോടെല്ലാം കുറേ വർത്താനെല്ലാം പറഞ്ഞിട്ട് അത് കഴിയുമ്പോൾ നമ്മളെ മേലത്തെ പിള്ളേരെല്ലാം കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ. ഞാൻ ഫുൾ ടൈം കൊണ്ട് നടക്കും, അവർക്ക് മേക്കപ്പ് ആക്കി കൊടുക്കും, അങ്ങനത്തെ പരിപാടിയെല്ലാം എനിക്ക് അന്നേരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ വന്നാൽ ആ പിള്ളേരെല്ലാം എൻ്റെ അടുത്തേക്ക് ഓടി വരും. അതെല്ലാം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. കാരണം നമ്മൾ എന്നാ സമ്പാദിച്ചതെന്ന് ചോദിച്ചാൽ അങ്ങനെ അമിതമായ സമ്പാദ്യമൊന്നുമില്ല. പക്ഷെ എനിക്ക് കുറേ ഫ്രണ്ട്സും കൂടപ്പിറപ്പുകളും അങ്ങനെ കുറേ ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. അവരെല്ലാം നാട്ടിൽ പോകുമ്പോൾ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതെല്ലാം കാണുമ്പോൾ ഇപ്പം ആ ഒരു സന്തോഷമുണ്ട് മനസ്സിൽ. എനിക്ക് പിന്നെ ആരുമായിട്ട് പെട്ടെന്ന് അടുക്കാനുള്ളൊരു ഇത് എനിക്ക് ഉണ്ട് എന്തായാലും.